നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20യിലേക്ക് തുടരൻ തോൽവികൾ കണ്ട് മനസ്സും മടുത്തിരുന്നു. ഇതാ ഏകദിനത്തിലെ ടീം ഇന്ത്യ കരുത്ത് കാണിച്ചിരിക്കുന്നു. തുടർച്ചയായ 6ാമത്തെ ഏകദിന മത്സരത്തിലാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ടീമിനെ ടീം ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ നാട്ടിൽ പോയി എഡ്ജ്ബാസ്റ്റണിൽ അവർ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തുമ്പോൾ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ പൊളിച്ചടുക്കിയ ബാറ്റിംഗ് ആണ് നടത്തിയത്. അക്സർ പട്ടേലിൻ്റെ സൂപ്പർ ഓൾറൗണ്ട് പ്രകടനം, അതുപോലെ വാഷിങ്ടൺ സുന്ദറിൻ്റെയും നല്ല രൂപത്തിലുള്ള ബാറ്റിംഗ്. വാഷിങ്ടണും അക്സറും ചേർന്ന് 102 റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കിയിടത്താണ് ഈ വിജയം ഇന്ത്യക്ക് അനായാസമായി തീർന്നത്. ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് 47.5 ഓവറുകളിൽ 258 റൺസിന് ഓൾ ഔട്ടായപ്പോൾ ഇന്ത്യ 45.2 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. 28 പന്തുകൾ ശേഷിക്കെ 6 വിക്കറ്റിൻ്റെ ഗംഭീര വിജയമാണ് നേടിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ്, ടോസ് ലഭിച്ചവർ ബാറ്റിംഗ് ആരംഭിച്ചതാണ്. 61 റൺസിലാണ് ആദ്യ വിക്കറ്റ് വീണതെങ്കിലും പിന്നെ തുടരെ വിക്കറ്റ് വീണ് 80 റൺസിന് 5 വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് വീണ് പോയതാണ്. 107ന് 6 എന്ന രൂപത്തിലേക്ക് വീണു. പക്ഷേ റൂട്ടും അതുപോലെ ലിയാം ഡോസനും ചേർന്നുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തി എടുക്കുകയായിരുന്നു. ഇംഗ്ലീഷ് ബാറ്റിങ്ങിൽ ബെൻ ഡക്കറ്റ് 45 പന്തിൽ നിന്ന് 43 റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കളിച്ചു. പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്യാനെത്തിയ ജേക്കബ് ബത്തൽ 31 പന്തിൽ നിന്ന് 14 റൺസ് മാത്രമാണ് എടുത്തത്. 14 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങിയതിന് ശേഷം ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിൻ്റെ ഒരു പ്രകടനം, അദ്ദേഹം വെറും 1 റൺസ് മാത്രമാണ് എടുത്തിരുന്നത്. ബൂംറ വിക്കറ്റ് എടുക്കുന്നു. ബൂംറ 150 ഏകദിന വിക്കറ്റുകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. റൂട്ട് ഒരു ഭാഗത്ത് നിൽക്കവേ മറുഭാഗത്ത് ബട്ട്ലർ 5 റൺസ്, സാം കറൻ, ഡക്ക്, വിൽ ജാക്സ് 20, ഇങ്ങനെ പോയി അവരുടെ മറ്റു ബാറ്റർമാരുടെ സംഭാവന. റൂട്ടും ലിയാം ഡോസനും ചേർന്നാണ് പിന്നെ ടീമിനെ രക്ഷപ്പെടുത്തിയെടുത്തത്. ലിയാം ഡോസൻ 83 പന്തുകളിൽ നിന്ന് 68 റൺസ് അടിച്ചു. ആർച്ചർ 12 റൺസ്, ആദിൽ റഷീദ് 1 റൺസ്, ടങ്ക് ഡക്കായി പോവുകയും ചെയ്തു. അതേസമയം ജോ റൂട്ട് മനോഹരമായ ഇന്നിങ്സ് കളിച്ചു. 76 പന്തുകളിൽ നിന്ന് 6 ഫോറും 1 സിക്സും അടക്കം 76 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിന്നു. ഇന്ത്യക്ക് വേണ്ടി ബൗളിംഗിൽ തിളങ്ങിയത് അക്സർ പട്ടേലാണ്. 9.5 ഓവറുകളിൽ 62 റൺസ് അദ്ദേഹം 4 വിക്കറ്റ് എടുത്തപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയും ബ്രാറും 2 വീതം വിക്കറ്റുകൾ എടുത്തു. ഡ്യൂബയും ബൂംറയും ഓരോ വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട്. രോഹിത് ശർമ്മ 21 പന്തിൽ നിന്ന് 11 റൺസ് എടുത്ത് നിൽക്കവേ സാം കറൻ്റെ പന്തിൽ ഹാരി ബ്രൂക്ക് പിടിച്ച് പുറത്താവുകയായിരുന്നു. കോഹ്ലിയുടെ കാര്യം, ജോഫ്രെ ആർച്ചർ അദ്ദേഹത്തിൻ്റെ സ്പെല്ലിൽ 5ാമത്തെ ഓവറിലാണ് കോഹ്ലിയെ പുറത്താക്കുന്നത്. തൊട്ട് മുമ്പത്തെ ബോൾ ഒരു ഷോർട്ട് ബോൾ എറിഞ്ഞു. കോഹ്ലി അടുത്ത ബോളും ഷോർട്ട് ബോളാണ് പ്രതീക്ഷ, പക്ഷേ ഫുള്ളർ ലെങ്ത് ബോൾ എറിഞ്ഞ് LBWയിൽ കുരുക്കുകയായിരുന്നു. കോഹ്ലി 6 പന്തിൽ നിന്ന് 5 റൺസ് അടിച്ച് മടങ്ങി. അയ്യർ നന്നായിട്ട് കളിച്ചു വന്നതാണ്, പക്ഷേ അദ്ദേഹം ഒരു റണ്ണൗട്ടായി. 53 പന്തിൽ നിന്ന് 2 ഫോർ സഹായത്തോടെ 35 റൺസാണ് അടിച്ചത്. ഗില്ല് ഗംഭീരമായിട്ട് കളിച്ചു. പ്രിൻസിൻ്റെ ഒരു ഇന്നിങ്സ്, ക്യാപ്റ്റൻ്റെ ഒരു ഇന്നിങ്സ്, 75 പന്തുകൾ 11 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 80 റൺസ് അടിച്ച് റിട്ടയർഡ് ഹേർട്ടായിട്ട് മടങ്ങുകയായിരുന്നു. അതേസമയം KL രാഹുൽ 8 റൺസുമായിട്ട് മടങ്ങിയത് ഒരു ചെറിയ ആശങ്കയുണ്ടാക്കിയെന്ന വാഷിങ്ടനൊപ്പം അക്സർ പട്ടേൽ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. അക്സർ പട്ടേൽ 52 പന്തിൽ നിന്ന് 5 ഫോറും 1 സിക്സും അടക്കം 57 റൺസ് അടിച്ചു. കിടിലൻ ഓൾറൗണ്ട് പ്രകടനം നടത്തിയപ്പോൾ വാഷിങ്ടൺ സുന്ദർ 63 പന്തിൽ നിന്ന് 4 ഫോറും 1 സിക്സും അടക്കം 52 റൺസാണ് അടിച്ചിരിക്കുന്നത്. ഏതായാലും ടീം ഇന്ത്യ T20യിലെ തുടരൻ പരാജയങ്ങൾക്ക് ശേഷം ഇതാ വിജയമധുരം നുണഞ്ഞിരിക്കുന്നു. അടുത്ത ഏകദിന മത്സരം ഇനി ജൂലൈ 16-നാണ്. അത് വൈകിട്ട് ഇന്ത്യൻ സമയം 5:30-നാണ് ആരംഭിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.